കേൾക്കുമ്പോൾ ഒരുപാട് പേര് ഹ്യൂജ് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ആഗ്രഹത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് പെട്ടെന്ന് സമ്പാദിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫ് ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ. ഇങ്ങനെ വരുന്നവർക്ക് ട്രേഡിങ്ങിന്റെ യഥാർത്ഥ സിറ്റുവേഷൻ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. രണ്ടാമത്തെ കാര്യം നീഡ്സ് ആണ്. EMI പോലുള്ള പല ലയബിലിറ്റീസ് ഉള്ള ആൾക്കാരും അത് തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാറുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന മേഖലയാണ് എന്നുള്ളൊരു പിക്ചർ ശരിക്കും കൊടുത്തിട്ടുള്ളത് ഫ്രോഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് 2-3% ഒക്കെ പ്രോഫിറ്റ് അവരെ കാണിച്ചിട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹൈ പ്രോഫിറ്റ് ആണ് എന്നുള്ളൊരു പിക്ചറൈസേഷൻ. പക്ഷേ റിയൽ ട്രേഡിംഗിൽ ഇങ്ങനെയല്ല. മറ്റൊരു റീസൺ, ഡെമോയിൽ ഹൈ ഫ്രീക്വൻസി ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്ത് ഹൈ പ്രോഫിറ്റ് കണ്ട വ്യക്തികൾ ആ ഹൈ പ്രോഫിറ്റ് തന്നെ കണ്ടിന്യൂസ്ലി കിട്ടാനായിട്ട് ആഗ്രഹിക്കും. ബട്ട് അങ്ങനെ ഒരു ഹൈ പ്രോഫിറ്റ് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടണമെന്നില്ല. 5% കിട്ടിയാൽ പോലും അത് വലിയ പ്രോഫിറ്റ് തന്നെയാണ്. വല്ലപ്പോഴും കിട്ടുന്ന 30-40% ഒക്കെ കണ്ടിന്യൂസ്ലി കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ വാശി പിടിക്കാൻ പാടില്ല.